ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റി കഴിഞ്ഞ ഫ്രൈഡേ ഹയർ സൈഡിലാണ് ക്ലോസിംഗ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഒരുപാട് സ്റ്റോക്കുകളിൽ വോളിയം സ്പൈക്ക് ഒക്കെ നമ്മൾ കണ്ടതാണ്. മെറ്റൽസൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് സംഭവിച്ച സെക്ടറിൽ പെടുന്നു. അതുപോലെ ചൈനയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഫെഡ് കട്ട് ഇൻട്രസ്റ്റ് റേറ്റ് സംബന്ധിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കടക്കുമ്പോൾ 26,000 എബോവ്, അതായത് ഗ്യാപ് ഡൗണിന് ശേഷം ചെറിയ ഒരു പോസിറ്റീവ് മാർക്കറ്റിൽ കണ്ടു. ത്രൂ ഔട്ട് ദ സെഷൻ നമ്മൾ ഒരു വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. ഓട്ടോ സെക്ടറിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കണ്ടു. മീഡിയ അത്യാവശ്യം പോസിറ്റീവായിട്ട് മാറിയതും നമ്മൾ ഇന്ന് കണ്ടിരുന്നു. ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ, ITC, HCL ടെക്നോളജീസ്, HUL എല്ലാം ടോപ്പ് ഗെയിനേഴ്സായി ഇന്ന് മാറിയപ്പോൾ ONGC, M&M, HDFC ലൈഫ്, ഐഷർ മോട്ടോഴ്സ്, JSW സ്റ്റീൽ ഇതിലെല്ലാം നമ്മൾ ഇന്ന് വീക്ക്നെസ് കണ്ടു. ടോപ്പ് ലൂസേഴ്സായ സ്റ്റോക്കുകളാണ് PSU ബാങ്ക്, മീഡിയ, IT, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ് എല്ലാം അത്യാവശ്യം പോസിറ്റീവായി, അതായത് ബിറ്റ്വീൻ 0.3 to 1% ആ റേഞ്ചിലായിരുന്നു ഈ സെക്ടറിലെല്ലാം പോസിറ്റീവ്നെസ് എന്ന് കണ്ടത്. ഓട്ടോ, ഫാർമ, ടെലികോം എല്ലാം ഇന്ന് ഡൗൺ സൈഡിലേക്ക് പോയി. BSE മിഡ് ക്യാപ്പ് ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ്പ് ചെറിയ പോസിറ്റീവിൽ 0.4%ലാണ് ക്ലോസിംഗ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. മേജർ അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ സെൻസെക്സും നിഫ്റ്റിയും വലിയ ഗ്യാപ് ഡൗണിന് ശേഷം അത്യാവശ്യം ഒരു ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. നിഫ്റ്റി ബാങ്ക് 71 പോയിൻറ്റ്സ് പോസിറ്റീവായിരുന്നു. ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ബിഗസ്റ്റ് ഗെയിനറായി മാറി, 2.16% അപ്സൈഡായി. ബിഗസ്റ്റ് ലൂസറായത് M&M ആണ്, 1.95% ഡൗൺ സൈഡിലാണ് ക്ലോസ് ചെയ്തത്. ബെസ്റ്റ് സെക്ടർ ആയത് നിഫ്റ്റി FMCG 0.69% അപ്സൈഡിൽ ക്ലോസ് ചെയ്തു. വേഴ്സ്റ്റ് സെക്ടറായി മാറിയത് നിഫ്റ്റി ഓട്ടോ 0.91% ഡൗൺ സൈഡിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഫസ്റ്റ് ക്യാൻഡിലിൽ ഒരു ബൈ സൈഡ് ഫോർമേഷൻ സംഭവിച്ചു എങ്കിൽ കൂടിയും നമുക്ക് അവിടെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിലേക്ക് പെട്ടെന്ന് നിഫ്റ്റി പോയത് കാണാൻ പറ്റും. 25,904 വരെ നിഫ്റ്റി പോയി, ഡൗൺ സൈഡിലേക്ക് പോയി. അതിനുശേഷം അവിടെ നിന്ന് ഒരു 100+ പോയിൻറ്റ്സിൻ്റെ റിക്കവറി മാർക്കറ്റിൽ സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് 26,047 എന്നൊരു ഹൈ ആണ്. പിന്നീട് ഒരു വൊളാറ്റിലിറ്റി സംഭവിച്ചു എങ്കിൽ കൂടിയും നമുക്ക് നിഫ്റ്റി പോസിറ്റീവ് 26,000 എബോവ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അടുത്ത ദിവസത്തേക്ക് 26,000 മുതൽ 25,950 വരെ സപ്പോർട്ട് സോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമ്പോൾ ഇന്നത്തെ ഹൈ ആയ 26,050 റേഞ്ച് തന്നെയായിരിക്കും റെസിസ്റ്റൻസ്. സെൻസെക്സിന്റെ ചാർട്ട് നമുക്ക് നോക്കാം. 85,213 സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി പോലെ തന്നെ നമുക്ക് ഗ്യാപ് ഡൗൺ സംഭവിച്ചു. അതിനുശേഷം അത്യാവശ്യം പോസിറ്റീവ് റിക്കവറി. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ് ഇന്നും ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 85,000 റേഞ്ച് സപ്പോർട്ടാകും. അതുപോലെ ഇന്നത്തെ ഹൈ റേഞ്ച് 85,278 സോ 85,300 മുതൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലെവൽ കൂടി ഉണ്ട്. കഴിഞ്ഞ ഫ്രൈഡേയിലെ ഒരു ഹയസ്റ്റ് ലെവലായ 86,320 ഈ രണ്ട് ലെവൽസും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. സപ്പോർട്ട് എന്തായാലും 85,000 വളരെ സ്ട്രോങ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ലെവലാണ്. ഇന്ന് ഇന്ത്യ വിക്സ് 10.25 ക്ലോസ് ചെയ്തത്. വൊളാറ്റിലിറ്റിക്ക് യാതൊരു കുറവുമില്ല, നല്ല രീതിയിൽ വൊളാറ്റിലിറ്റി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പോസിറ്റീവായി ക്ലോസ് ചെയ്ത ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അത്യാവശ്യം ബയേഴ്സ് എൻ്റർ ചെയ്തു, ബിഗ് മൂവ്മെൻറ്റ് സംഭവിച്ചു. അതിനുശേഷം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൻ്റെ എബോവ് ഇന്ന് ക്ലോസ് ചെയ്യാനും സാധിച്ചു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ 59,461 എന്നൊരു ക്ലോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 59,200 59,000 സപ്പോർട്ടാകും. അതുപോലെ റെസിസ്റ്റൻസ് ആകാൻ സാധ്യത ഒരു സോണാണ് 59,500 മുതൽ 59,600 വരെ ആയിരിക്കും ആ ഒരു സോൺ നിലനിൽക്കാൻ സാധ്യത കൂടുതലുള്ളത്. ഇനി നമുക്ക് ഓപ്ഷൻ ഡാറ്റ, നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഡാറ്റയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിഫ്റ്റി എടുത്തു വെച്ചിട്ടുണ്ട്.
ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം 26,100, 26,200 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. സോ ആ രണ്ട് ഏരിയയും റെസിസ്റ്റൻസ് ആകാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടാകാൻ കൂടുതൽ സാധ്യത 26,000-നും അതിന് താഴെ 25,900-നുമാണ് കൂടുതൽ സാധ്യത ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ ഡാറ്റ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഇമ്മീഡിയറ്റ് ലെവലിൽ വന്നിരിക്കുന്നത് 60,000 അതുപോലെ 59,500 സപ്പോർട്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത്. FIDA ഡാറ്റ പ്രകാരം 15 ഡിസംബർ ഇന്ന് 1,468 കോടി രൂപയുടെ സെല്ലിംഗ് FIA നടത്തി. 21,073 കോടി രൂപയുടെ നെറ്റ് സെയിലിൽ FIA നിൽക്കുമ്പോൾ DIA 1,792 കോടി രൂപയുടെ പർച്ചേസ് നടത്തി. 41,762 കോടി പർച്ചേസിൽ ഡിസംബർ മന്ത് ഈ കുറച്ച് ട്രേഡിംഗ് സെഷനിനുള്ളിൽ തന്നെ സംഭവിച്ചത് കാണാം. യൂറോപ്യൻ മാർക്കറ്റ്സ്, US മാർക്കറ്റ്സ് ഒക്കെ പോസിറ്റീവായിട്ട് പോകുന്നത് കാണാൻ പറ്റും. ഗിഫ്റ്റ് നിഫ്റ്റി ഏഷ്യൻ മാർക്കറ്റ്സിലാണ് ചെറിയ നെഗറ്റീവ് ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റ് ടു നെഗറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആകാനും സാധ്യതയുണ്ട്. എനിവേ 26,000 എബോവ് സസ്റ്റെയിൻ ചെയ്താൽ ഗിഫ്റ്റ് നിഫ്റ്റിക്കും വലിയ പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന 26,081 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ബേസിൽ 26,150 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഇനി നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് നോക്കാം. ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ്. എന്നിരുന്നാൽ കൂടിയും $4,300 അതിശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ആകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ക്രൂഡ് WTI ക്രൂഡ് ഓയിൽ ഡാറ്റ പ്രകാരം വലിയ വീക്ക്നെസ് 58 എന്ന സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. ഇപ്പോൾ ഇനി നിൽക്കുന്ന സപ്പോർട്ട് $55 മാർക്കറ്റിൽ സംഭവിച്ച സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസസിലേക്ക് കടക്കുമ്പോൾ PVR ഇനോക്സ് ഷെയർസ് 3% അപ്സൈഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഷെയർസ് 9%, 4.25 കോടി ഷെയർസാണ് ബ്ലോക്ക് ഡീൽ വഴി കൈമാറിയിട്ടുണ്ടായിരുന്നത്. റെഫെക്സ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് 17% അപ്സൈഡായി IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെർച്ച് ഇൻഫോർമേഷന് ശേഷമാണ്. എലക്ട്രൺ ഇൻ്റർനാഷണലിൻ്റെ ഷെയർസ് 5% അപ്സൈഡിൽ ക്ലോസ് ചെയ്തു. KEC ഇൻ്റർനാഷണലിൻ്റെ ഷെയർസ് 1% ഇൻക്രീസ് സംഭവിച്ചു. 1,109 കോടി രൂപയുടെ ഓർഡറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അശോക ബിൽക്കോണിൻ്റെ ഷെയർസ് 2.5% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ JV പ്രൊജക്റ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു. അത് ഏകദേശം 1,041 ക്രോഴ്സിൻ്റെയാണ്. SCPCയുടെ ഷെയർസ് 12% ഇൻക്രീസ് സംഭവിച്ചു. പിന്നെ മാട്രിമോണിയുടെ ഷെയർസ് 5% ഡൗൺ സൈഡ്, അതിൻ്റെ ഒരു ബൈബാക്ക് ഇൻഫോർമേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ വീൽസ് ഇന്ത്യ ഷെയർസ് 5% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ക്ലോസിങ്ങും റെക്കോർഡ് ലോയിലാണ് 90.73 ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ബ്രോക്കറേജ് കോൾസും കിട്ടിയ ഓർഡേഴ്സും നോക്കാം. ഭാരത് ഇലക്ട്രോണിക്സിന് 776 കോടി രൂപയുടെ ഓർഡേഴ്സ്, മിനി ഡയമണ്ട്സിന് ഡൊമസ്റ്റിക് ഓർഡർ 12 കോടി, ഇനോക്സ് വിൻഡിന് 102.3 MW ഓർഡർ ആദിത്യ ബിർള റിന്യൂവബിൾസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സിന് 124 കോടി രൂപയുടെ ഓർഡർ, അശോക ബിൽക്കോണിന് ഒരു പ്രൊജക്റ്റ് വർത്ത് 1,041 കോടിയാണ്, സുപ്രീം പവർ എക്യുപ്മെൻറ്റിന് 14.71 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ടെക്സ്മാക്കോ രാജിൽ ജെവി ഗെറ്റ്സ് 132 ക്രോഴ്സിൻ്റെ ഓർഡർ, എംടാർ ടെക്നോളജീസിന് $41.17 മില്യൺ അപ്രോക്സിമേറ്റ്ലി 370 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. വാസ്കോൺ എഞ്ചിനീയേഴ്സിന് 260 കോടി, ന്യൂജൻ സോഫ്റ്റ്വെയറിൻ്റെ 38.64 കോടി രൂപയുടെ പ്രൊജക്റ്റ്, WPILന് 1,340 കോടി രൂപയുടെ ഓർഡറാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. JPT ഇൻഫ്ര JV ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ലോവസ്റ്റ് ബിഡറായിട്ടാണ് 1,470 കോടി രൂപയുടെയാണ്. അതല്ലാതെ JSW എനർജിയുടെ ഒരു 10,000 കോടി രൂപ സെക്യൂരിറ്റി ഓഫറിംഗ് വഴി സമാഹരിക്കാനുള്ള ഒരു ഇൻഫർമേഷനുണ്ട്. USFDAയുടെ ഒരു ഇഷ്യൂ വഴി ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ശ്രദ്ധിക്കണം. കുറേ 5 സ്ഥലങ്ങളിലാണ് ഒബ്സർവേഷൻ സംഭവിച്ചിരിക്കുന്നത്. SMS ഫാർമസ്യൂട്ടിക്കൽസിന് USFDAയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒബ്സർവേഷനുണ്ട്. matrimony.comന് അപ്രൂവ് ചെയ്തിരിക്കുന്ന ബൈബാക്ക് 8.93 ലാക്ക് ഷെയർസാണ് മാക്സിമം. പിന്നെ SBIയിൽ രാജീവ് രഞ്ജൻ MD ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ പ്രധാന ബ്രോക്കറേജ് കോൾസിലേക്ക് നോക്കുമ്പോൾ ICC സെക്യൂരിറ്റീസ് ബൈ ഫ്രം ഹോൾഡ് ടാർഗറ്റ് 3,700
2,500. ഫിലിപ്സ് സെക്യൂരിറ്റീസ് സീമെൻസ് ന്യൂട്രലാണ്, ടാർഗറ്റ് 3,200. UBS ബൈ റേറ്റിംഗ് സീമെൻസ് എനർജി ടാർഗറ്റ് 3,950 ജെഫ്രീസ് TBO ടെക് ടാർഗറ്റ് 1,950. അതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്ക് ടാർഗറ്റ് 660. സിറ്റി ന്യൂട്രൽ റേറ്റിംഗ് സീമെൻസിന് 3,580. CLSA ആംബർ എന്റർപ്രൈസസിന്റെ ടാർഗറ്റ് 8,400. CLSA JSW എനർജിക്ക് ഹോൾഡ് റേറ്റിംഗ് ടാർഗറ്റ് 486. ന്യൂവാമ ആംബർ എന്റർപ്രൈസസിന് 9100 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. മോഹൻ സ്റ്റാൻലി ഈക്വൽ വെയ്റ്റ് റേറ്റിംഗ് ലെൻസ് കാർട്ട് സൊല്യൂഷൻസിന് ടാർഗറ്റ് 445. UBS ബൈ റേറ്റിംഗ് ഫെഡറൽ ബാങ്കിന് 250 നിന്ന് 310 മാറ്റിയിട്ടുണ്ട്. അതുപോലെ 4.25 കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിൽ നടന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതല്ലാതെ തന്നെ ഇന്ന് IT സ്റ്റോക്സിൽ ഒരു ഷാർപ്പ് റിക്കവറി ഇന്ന് സംഭവിച്ചു. കൊഫ്രേജ് സ്റ്റോക്ക് 2% ലോയിൽ നിന്ന് അപ്സൈഡിലേക്ക് പോയി. ആംബർ എന്റർപ്രൈസിൻ്റെ ഷെയർസ് 3% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ കോളാണ് പ്രധാന റീസൺ. ഇന്റർഗ്ലോബ് ഏവിയേഷൻ 2% ഇൻക്രീസ് സംഭവിച്ചു. 2050 ഫ്ലൈറ്റാണ് ഡിസംബർ 13 സീറോ ക്യാൻസലേഷനിൽ റൺ ചെയ്തത് എന്നുള്ളൊരു പോസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അർബൻ കമ്പനിയുടെ ഷെയർസ് 4% ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹിൻസിങ്കിൻ്റെ ഗെയിൻ സംഭവിച്ചത് കാണാം. വോഡഫോൺ ഐഡിയയുടെ ഷെയർസ് 2% ലോവർ സൈഡിൽ ക്ലോസ് ചെയ്തു. പിന്നെ KC ഇൻ്റർനാഷണലിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്, അത് ഓൾറെഡി പറഞ്ഞു. 1,150 കോടി രൂപയുടെ ഓർഡർ ലഭിച്ച ഒരു പ്രധാന റീറ്റെയിൽസ് ആണ്. അതല്ലാതെ നാളെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളിലേക്ക് കടക്കുമ്പോൾ ന്യൂസുള്ള സ്റ്റോക്കുകൾ KC ഇൻ്റർനാഷണൽ, അതുപോലെ പിന്നെ ടാറ്റ സ്റ്റീലുണ്ട്, പിന്നെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ടാറ്റ സ്റ്റീൽ, ഇൻഫോസിസ്, HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ്, തേജസ് നെറ്റ്വർക്ക്സ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം നെക്സ്റ്റ് ഡേയ്സിലേക്ക് ന്യൂസിൽ വന്ന സ്റ്റോക്കുകളാണ്. സോ ഇൻട്രാഡേ റെഫറൻസിനെല്ലാം വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.